നമ്മളിതേ സച്ചിന്റെ 10D ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സച്ചിൻ ഇതിനകത്തുണ്ടോ നോക്കാം. ഹലോ ഹലോ. അപ്പൊ എന്താ എല്ലാം സെറ്റ് ആയോ? ഏകദേശം സെറ്റാവണം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അല്ലേ? 2 ദിവസം ഇല്ല, ഇന്നലെ ഒരു നൈറ്റ്, ഒറ്റ നൈറ്റ്. അപ്പൊ പുതിയ അപ്പാർട്ട്മെന്റ് നമ്മളാണ് ഫസ്റ്റ് ഗസ്റ്റ്. അത് മാത്രമല്ല, ഇത് ഓൾറെഡി പുതിയ അപ്പൊ ഇതിന് നിങ്ങൾ നേരത്തെ മാത്രമല്ല, ഇത് പണിതിട്ട് ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് താമസിക്കുന്നത്. പുതിയ ഫ്ലാറ്റ്, വേറെ ഇതിനു മുമ്പ് ആരും താമസിക്കാത്ത പുതിയ ഫ്ലാറ്റ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഗസ്റ്റ്. അതെ, അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷം. ഫസ്റ്റ് ഗസ്റ്റ് എന്താ കൊണ്ടുവന്നേക്കണത്? ഫസ്റ്റ് ഗസ്റ്റ് സ്നേഹം. അവള് സ്നേഹം ഉണ്ട്. ഇവിടെ ഉള്ളത് അടുക്കി വെക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അപ്പോഴേക്കും അതും കൂടി അടുക്കി വെക്കും. ശരിക്കും എല്ലാ ട്രോഫി എല്ലാം വെച്ച് കഴിഞ്ഞു. ഏകദേശം വെച്ച് വെക്കാനുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ? എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇതെല്ലാം ഈ ഇദ്ദേഹത്തിന്റെ ഏരിയ ആണത്. ഇവിടെ മൊത്തം ചേച്ചിയാണ് ഭക്ത. എല്ലാവരും ഉണ്ട് അല്ലേ? മാതാവുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ ഈ ഉണ്ണിക്കണ്ണനി ഞങ്ങളുടെ കഴിഞ്ഞ വർഷം വെഡിങ് ആനിവേഴ്സറിക്ക് എന്റെ ഫ്രണ്ട്സ് വാങ്ങി തന്നതാ. സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൊണ്ടു തന്നാണ്. അത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. പിന്നെ കുറെ ഉണ്ട്. മഞ്ചാടിക്കുരു, ഇതൊക്കെ ആരുടെ കളക്ഷനാ? എത്ര നാളുകൊണ്ട് ശേഖരിച്ചെടുത്തതാ? കൊറേ നാളായി. അതെ, അവിടെ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഇതിന്റെ മരമുണ്ട്. അപ്പൊ അത് വീഴും. അപ്പൊ പിള്ളേർക്ക് മുട്ടായി മേടിച്ചു കൊടുത്ത് എല്ലാത്തിനും ഇരുത്തി പറക്കും. വലിയൊരു ട്രോഫി ഒക്കെ ആയിരിക്കുന്നു. അത് എന്റെ ക്രിക്കറ്റ് ടീമിന്റെ. ചേച്ചിയുടെ നോക്കട്ടെ, ചേച്ചിയുടെ എത്ര ഉണ്ടോന്ന്. ഏകദേശം സെയിം ഹൈറ്റ്. അപ്പൊ 2 ട്രോഫി. ഇത്ര വലിയൊരു ട്രോഫി, ഒരു കുഞ്ഞു ട്രോഫി, 2 ട്രോഫി. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. അതെ, ലിവിംഗ് ഏരിയ. അപ്പൊ നിങ്ങൾ ശരിക്കും പറയാം ഇതിനു മുമ്പ് ഇതിന് താഴത്തെ അപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരുന്നു അല്ലേ? ഇതേപോലെ തന്നെ. അത് 1D, ഇത് 10D. പറയാൻ എളുപ്പം, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാല്. അല്ല, അതങ്ങനെ തന്നെയാണ്. മറ്റേത് 1D, 1 ED, ഇത് 10D. അപ്പൊ ഈ ഷിഫ്റ്റിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈസി ആയിരുന്നു താഴെ ഇങ്ങോട്ട് ആയതുകൊണ്ട് തന്നെ. പിന്നെ എല്ലാം തെർമോകോളിന്റെ ഐറ്റം വരുന്നല്ലോ, ഈസി ആക്കാൻ. ഇതൊക്കെ ചുമക്കാനായിട്ട് ഭയങ്കര പാടല്ലേ. പിന്നെ നമ്മൾ ലിഫ്റ്റ് ഉള്ള ലിഫ്റ്റ് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരിക. നല്ല കഷ്ടപ്പാടായിരുന്നു. ചേച്ചി കൊറേ പാട് വിട്ടോ. കുണുക്കി ഇവിടെ കുണുക്കി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് കയറിയിരുന്നു. അവിടെ ഇരുന്നു. അത് ഞാൻ ആവശ്യം നല്ല അനുസരണയുള്ളതാ. പിന്നെ കുണിക്ക് എത്ര വയസ്സുണ്ട്? കുണിക്ക് 1 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സായി. കുണിക്കിനെ കണ്ടപ്പോഴോർത്തെ നമ്മുടെ ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ? നമ്മുടെ കൂട്ടുകാര് മക്കളൊക്കെ എവിടെ? ടിപ്സ്, നമ്മുടെ പെറ്റ്സ് എല്ലാത്തിനും കൊടുത്തു. വിറ്റുന്നല്ല, കൊടുത്തു. നന്നായിട്ട് വളർത്തും നോക്കും. നമുക്ക് ഇവിടെ പറ്റില്ല. ഇവിടെ അലോടല്ലാത്ത കാരണം നന്നായിട്ട് നോക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ എല്ലാവരും കൊടുത്തു വിട്ടു. സ്വന്തം മക്കളെ പോലെ നോക്കുന്നവർക്ക് തന്നെ കൊടുത്തു. അതെ. അപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ? പിന്നെ മീൻസ് എന്തൊക്കെ, എത്ര ഡോഗ്സ് ഉണ്ടായിരുന്നു? കുറെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ 10-12 ഉണ്ടായിരുന്നു ഡോഗ് മാത്രം. പിന്നെ 2 കുതിര ഉണ്ടായിരുന്നു. പിന്നെ കുറെ പൂച്ച ഉണ്ടായിരുന്നു, പ്രാവ് ഉണ്ടായിരുന്നു, താറാവ്, കോഴി, ആട്, പിന്നെ ഇഗ്വാന. അങ്ങനെ ഇഗ്വാനൊക്കെ ഉണ്ടായിരുന്നു. 2 ഉണ്ടായിരുന്നു. അതൊക്കെ മീൻസ് ആളുകൾ ഇങ്ങനെ വളർത്തുന്ന ആളുകൾ. ഇത് നമുക്കറിയാലോ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വളർത്തുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് കൊടുത്തയച്ചു. ഇവനെ മാത്രമേ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവളാണ് പുതിയത് വാങ്ങിയത്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരാളെ വാങ്ങി. നിങ്ങൾ മാത്രമായിട്ട് വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ട്, അനക്കമില്ലാഞ്ഞിട്ട്. അതെ. അപ്പൊ കുണിക്കിയാണ് ഇപ്പൊ ഇവിടുത്തെ രാജാവ്. ചേട്ടാ, ഈ മൊമെന്റോ ഇനിയും ഒരുപാട് വെക്കാനുണ്ടോ? അടുക്കി തീർന്നില്ലേ? എനിക്കൊരു ഷോപ്പ് തുടങ്ങാനുള്ള മൊമെന്റോ അതാ ഞാൻ ആലോചിച്ചു. ഇത്ര അല്ലല്ലോ വരേണ്ടത്. അവിടെ ആ വീട് മാറിയപ്പോഴത്തേക്ക് വൈഫിന്റെ വലിച്ചന് വീടുണ്ട്. അവിടെ റൂമിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതെ. അപ്പൊ ഇവിടെ ഇനി ഫുള്ള് ഷെൽഫൊക്കെ അടിച്ച് മൊത്തം വെക്കേണ്ടി വരും. ഗംഭീരാക്കണം. ഇനിയിപ്പോ കുറെ ഇന്റീരിയേഴ്സ് ഇനിയും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നല്ലേ? പിന്നെ ഒത്തിരി ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും നമുക്ക് വീടാണ് പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഇവരെയൊക്കെ വളർത്താനും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഫ്ലാറ്റിനേക്കാളും വീട് തന്നെയാണ് കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷെ എന്താ പറയാ, ഒരുപാട് സന്തോഷം ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതിലും അല്ല, ആദ്യം തന്നെ ഗസ്റ്റ് ആയിട്ട് വന്നതെല്ലാം കാണാൻ ഗസ്റ്റും ഫസ്റ്റ് ഇന്റർവ്യൂ നിങ്ങളാണ്. ഒരു വയസ്സായല്ലേ? 1.5 വയസ്സ് കഴിഞ്ഞു. ഇവിടെ ഇരുന്നു. അവിടെ ഇരുന്നു. നീ ചോദിക്കണതിനൊക്കെ മറുപടി പറ.
അത് ശ്രദ്ധിച്ചില്ലേ തോണ്ടും. നമ്മള് വേറെ വർത്താനം പറഞ്ഞു നമ്മൾ അവളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ വിഷമം വരും. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അല്ലേ? അതെ. അപ്പൊ പിന്നെ നമുക്ക് ബാക്കി റൂംസും കാര്യങ്ങളും നമ്മുടെ ഒരു ഹോം എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടാലോ? കാണാം, പക്ഷെ അടുക്കും ചിട്ടായിട്ടില്ല. ആയിട്ടില്ല. അതൊക്കെ നമുക്കറിയാം. പുതിയ വീട്ടിലോട്ട് വന്നതിന്റെ ആ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ 2 ദിവസത്തിൽ ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്നതല്ല 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക്. ഞങ്ങൾ അത്രയും കിടന്ന് കഷ്ടപ്പെട്ടു. നിങ്ങൾ വരണത് നിങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ കേറാൻ പറ്റില്ല. ചേച്ചി രാവിലെ ശരിക്കും കഷ്ടപ്പെട്ടു അല്ലേ? ഇന്ന് രാവിലെ ആ ചേട്ടനുണ്ടായിരുന്നു. പിന്നെ അലമാരിയിലേക്ക് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്. അത് പക്ഷെ മടക്കിയിട്ടില്ല, അല്ലാണ്ട് തന്നെ ഇങ്ങോട്ട് കയറ്റി പുറമേന്ന് ആരും കാണില്ലല്ലോ. പിന്നെ സൗകര്യം പോലെ ഇരുന്ന് പിന്നെ എവിടെ ഏതൊക്കെയാന്ന് അറിയില്ല, എല്ലാം ഒതുക്കി പെറുക്കി വെക്കണം. അതിന് ഇത്തിരി ടൈം എടുക്കും. നിങ്ങൾ വരണമെന്ന് പറയുമ്പോ വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം പിന്നെ ടൂത്ത് ബ്രഷ് വരെ തപ്പിയെടുത്ത ഒരു കണക്കിനാണ്. അത് എവിടെ വെച്ചേക്കണം എല്ലാം കൂടി ആ പലക്കൂലത്തെ ഞങ്ങളവിടെ പാക്ക് ചെയ്യും. ഹിന്ദിക്കാർ പിള്ളേരുണ്ട്, അവർ ട്രോളിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. അവര് കൊണ്ടുവന്ന് എവിടെ വെക്കണമെന്ന് നമുക്ക് അറിയില്ല. ഞാൻ മാറ്റിയൊക്കെ ഓരോന്ന് വെച്ചു, പക്ഷെ എല്ലാം കൂടി ആയപ്പോ വന്ന് ഇവിടെ കണ്ട് അതൊന്നുമല്ല, മാറ്റി എല്ലാം വെച്ച് എല്ലാം ബ്ലൂ കവർ ബ്ലൂ കിറ്റാണ് എല്ലാം ഒരേപോലത്തെ കിറ്റ്. ഒന്നും മാർക്ക് പോലും ചെയ്തിട്ടില്ല. അല്ലേ തന്നെ ആള് മറവിയുടെ ആളാണ്. മറന്നു പോയിരിക്കാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തത് ഒരേ കവറിൽ. എല്ലാം പാക്ക് ചെയ്ത ഒറ്റ കളറില് സെപ്പറേറ്റ് എനിക്ക് വിട്ടുപോരുതല്ലോ എന്നും പറഞ്ഞ എല്ലാം പാക്ക് ചെയ്ത് വെച്ചാ. പക്ഷെ എല്ലാം ബ്ലൂ ആ. അതെ. നിങ്ങൾ കാലത്തല്ലേ എത്തിയതെന്ന്? നൈറ്റ് ആൾക്കാരായി കിടക്കുന്നപ്പോ. പിന്നെ ഈ ഭയങ്കര മറവിന്ന് പറഞ്ഞല്ലേ, എന്ത് വെച്ചാലും മറന്നു പോകും. എന്നിട്ട് എന്നെ കാണാതെ എന്റെ എന്തെങ്കിലും അടിച്ചു മാറ്റിട്ട് വിളിച്ചു വെക്കും പൈസ. എന്നിട്ട് അത് തപ്പി നടക്കണ്ട. അവസാനം എന്നോട് തന്നെ വന്ന് പറയും ഒന്ന് സഹായിക്കും നോക്കിയെടുക്കാനാണ്. എന്റെ എടുത്ത് മാറ്റണ. ഇന്നലെ അവിടെ ക്ലീൻ ചെയ്തിരുന്നപ്പോ പെട്ടെന്ന് അയ്യോ ഒന്നും പറഞ്ഞൊരു ഇത് ഞാൻ എന്താന്ന് വെച്ചപ്പോ കടലാസ കൂടി ചുറ്റിപ്പിടി നേരത്തെ എപ്പോഴും എടുത്തു വെച്ച പൈസ അത് അപ്പൊ കിട്ടി. എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തായാലും സത്യം അത് കറക്റ്റ് ആയിട്ട് എന്റെ പോക്കറ്റിലുണ്ട്. അത് ഇന്നലെ ഞാൻ എടുത്ത് 500 ഒരു നോട്ട്. അത് ചേട്ടന്റെ ഡ്രസ്സ് വയ്ക്കുന്ന അലമാരി തന്നെ വെച്ചത് ഓർക്കാണ്ട് എവിടെയെങ്കിലും വെക്കുമ്പോഴേ അപ്പൊ അതെടുത്തിട്ട് ഞാൻ ഒളിച്ചു വെച്ചിട്ട് ഞാൻ മറന്നു പോയത് എവിടാ പൈസ ഒളിപ്പിച്ച് വെച്ചേന്ന്. എന്നിട്ട് എന്നോട് തന്നെ പറയും എന്നെ സഹായിക്കും പൈസ നോക്കിയെടുക്കാനാണ്. ഇത്ര ആത്മാർത്ഥതയുള്ളൊരു കള്ളനെ നമ്മളെങ്ങും വേറെ കാണൂല. അയ്യോ നമുക്ക് ബാക്കി റൂംസ് ഒക്കെ ഒന്ന്. ഓക്കെ. അപ്പൊ ആദ്യം എങ്ങോട്ടാ? വീടിന്റെ മെയിൻ അല്ലേ, കിച്ചൺ അല്ലേ? കിച്ചണിലോട്ട് പോവാം. കിച്ചൺ വെച്ചു കുണിക്കി ഗോ. അപ്പൊ ഇതാണ് കിച്ചൺ. അമ്മേ മറടാ. അപ്പൊ ഇവിടെ പാചകമൊക്കെ തുടങ്ങിയോ ചേച്ചി? ഇന്നലെ ഉണ്ടാക്കി, ഇന്ന് രാവിലെ ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ ചേട്ടന് മാത്രം ചൂടാക്കി കൊടുത്തു. ഇന്നലത്തെ കറിയില്ല ചൂടാക്കി. കുണിക്ക് അപ്പുറം വെക്കോ. കുണിക്ക് ഇങ്ങനെ കാലിലോട്ടൊക്കെ നല്ലോണം ചാടുന്നുണ്ട്. അപ്പൊ പാചകം ഒന്നും ഇങ്ങനെ മെയിൻലി തുടങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പൊ വെറുതെ ഞാൻ ഇതേപോലെ കിച്ചണിലോട്ട് കയറിയപ്പോഴും ഓർത്തത് ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടത്. 100 രൂപയ്ക്ക് ഒരു മത്തി വാങ്ങാൻ പോയിട്ട് 3 വിട്ട കഥ. അപ്പൊ ഇപ്പൊ എവിടെയെങ്കിലും വിടാറുണ്ടോ ഇതേപോലെ മത്തി വാങ്ങാനോ മീൻ വാങ്ങാനോ ഒക്കെ? ഇപ്പൊ എല്ലാം ഞാൻ തന്നെ വാങ്ങണത്. ഒന്നും വിടാറില്ല. മനസ്സാ വാച പറയില്ല. സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നു. തമാശല്ല, എന്റെ വീട്ടുകാർക്കൊക്കെ അറിയാം. അത് അന്ന് എന്റെ പൈസ ഇല്ല, പെങ്ങള് തന്ന പൈസ. മത്തി മേടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ മത്തിക്കടയുടെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തി പോരണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഇല്ല അമ്മല്ല എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ട്. മൂന്നാറ് ആക്ഷനിൽ പോയി. പിന്നെ 3 ദിവസം കഴിഞ്ഞില്ലേ വന്നപ്പോ. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു? അവർക്ക് അന്നേരം അറബിക്കടലിൽ പോയി മീൻ പിടിക്കായിരുന്നു ഈ സമയം കൊണ്ട്. ചേച്ചിയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു അന്നേരം? ഞാൻ റിയാക്ഷൻ എന്താന്ന് പറയുന്നത്, നമുക്ക് തുണി കഴിക്കണ്ടേ ഇങ്ങനെ ഞാൻ കഴിക്കണം. അപ്പോഴാണ് എന്നെ കൊണ്ടൊന്ന് വണ്ടിക്ക് ഇറക്കി ഞാനിങ്ങനെ ഇറങ്ങണം കണ്ടു ആ തുണി ഒറ്റ പോകങ്ങ് പോയി. വഴക്കൊന്നും ഇട്ടില്ല. ഭയങ്കര ഭീകരമായിട്ട് വഴക്കിടും. പക്ഷെ എനിക്ക് വഴക്ക് കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വന്നിറങ്ങി അപ്പൊ ഞാൻ ദേഷ്യപ്പെടും. ഇവിടെ ചോദിച്ചപ്പോ അതിനെന്തിനാ എന്നോട് വഴക്ക്? പക്ഷെ അതൊക്കെ പൊളിഞ്ഞ് ആനിസിച്ചൊരു ഇന്റർവ്യൂ പോയപ്പോ സകല വെള്ളത്തിലും പൊളിഞ്ഞു. എന്താണ് ഇവിടുത്തെ സീക്രട്ട്? ഇപ്പൊ എങ്ങനെ ചേച്ചി മാനേജ് ചെയ്യുന്നത് ഈ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്? ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയാൻ പഠിച്ചു. നേരത്തെ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. അതെങ്ങനെ പറയണെന്ന് ചോദിക്കും. കരഞ്ഞോണ്ടേ പറയുള്ളൂ. ദേഷ്യം വന്നാൽ കരഞ്ഞോണ്ടേ പറയുള്ളൂ. ഇങ്ങനെ ഒഴുകും. അപ്പൊ ഇതില്
എന്താ പറയാ ചേച്ചിയുടെ സ്പെഷ്യൽ ഡിഷ് എന്താ ഈ കിച്ചണില് മെയിൻലി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഡിഷ് എന്താ? ഞങ്ങള് ചോറ്, മീൻകറി. ഊണാണ് മെയിൻ ഡിഷ്. ഊണാണ്. അപ്പൊ ഇതിലെന്താ കൊറേ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഗ്ലാസുകൾ. എന്റെ ഒരു ഫ്രണ്ട് തന്നത് അതെല്ലാം. അവൾക്ക് ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ട്. നിറയെ ഇത് വാങ്ങി വെക്കും. എന്നിട്ട് അതിന്റെ ഒരു ഇത് കഴിയുമ്പോഴേക്കും എനിക്ക് പെറുക്കി തരും, നീ കൊണ്ടുപോകുമെന്നും പറഞ്ഞിട്ട് തരും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ ഭംഗിയിൽ നമ്മള് താഴെ അവിടെ ആയിരുന്നപ്പം കുറച്ചും കൂടി നല്ല ഗ്ലാസിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വെക്കുമ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഇത് ഭംഗിയുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അത് വെച്ചപ്പോഴേക്കും പിന്നെ അവൾക്ക് കുശുമ്പായി. അവൾ പക്ഷെ നിനക്ക് തരണ്ടായിരുന്നു. എന്നിട്ട് അതിന് 1-2 പെറുക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. അതിന്നിപ്പോ രാവിലെ നമ്മൾ തുടങ്ങുന്നപ്പോ രാവിലെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായി. ആ ഫ്രണ്ട് വിളിച്ചപ്പോഴത്തേനും പറയുവാട്ടാ, ആവശ്യമില്ലാത്ത കുറെ എടുത്ത് കളാടി ഇതെല്ലാം അവിടെ വീട്ടിൽ കൊണ്ടെന്ന് വെച്ച് അങ്ങനെ വിടാം. ഞാൻ പെട്ടെന്ന് ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് ഞങ്ങളുടെ ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ ചെയ്ത കിച്ചണിൽ ഇതുപോലെ സുബി ആയിട്ടുള്ള ഇന്റർവ്യൂ ഇതുപോലെ ഞങ്ങൾ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നതില് ബോട്ടിലിരിക്കുന്നു, കാലി ബോട്ടിൽ. അപ്പൊ കമന്റില് ചേട്ടാ പുറകിലൊരു ബോട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെതായ അവൻ പിന്നെ മെസ്സേജ് ആർട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കണം. പിന്നെ സൂക്ഷിച്ചേ വെക്കുള്ളൂ ബോട്ടിൽ. എല്ലാം നേരത്തെ ബോട്ടിൽ വെച്ചപ്പോ ഞാനെല്ലാം ഒളിപ്പിച്ചതാണല്ലോ. ഇത് കറക്റ്റ് അതായിരുന്നു. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ കൊണ്ടു ഇവിടെ വെക്കാം. അപ്പൊ എപ്പോഴും ഇങ്ങനെ അമിതമായിട്ട് കഴിക്കാത്ത എല്ലാവരും വന്ന് ജസ്റ്റ് കഴിച്ചിട്ട് കൊണ്ടവരാണ് ബാക്കി എടുത്ത് ഇങ്ങനെ വെക്കും. പക്ഷെ ഇപ്പൊ ഞാൻ പേടിച്ചു ഇത് പറഞ്ഞപ്പോ ഇതിപ്പോ ഇതാ. അവിടെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ബോട്ടിൽ ഉണ്ടാവും. അല്ലെ തന്നെ 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ പിന്നെ ബോട്ടിൽ വരാനുള്ള ശരി, മാക്സിമം ഞാൻ ശ്രമിക്കാം.